ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ബോഡി വെയ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണൽ വെയ്നിങ് സ്കെയിൽ വാങ്ങുന്ന സമയത്ത് റീറ്റെയിൽ സ്റ്റോറിനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് നമുക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ റേറ്റ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ വെയ്നിങ് സ്കെയിലിന്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നൂറുകണക്കിന് ബ്രാൻഡിൻ്റെ ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ കുറച്ച് റേറ്റിംഗ് കാണിക്കുന്ന ഒരു മോഡലാണ് ഹെൽത്ത് ജീനിയുടെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റം. പക്ഷേ ഇതിനും ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റും മറ്റുള്ള പ്രോസും അതുപോലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. പെട്ടെന്നൊന്നും ഡാമേജ് ആവാത്ത രീതിയിൽ കുറച്ച് തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് കയ്യിലെടുക്കുമ്പോൾ കുറച്ചൊരു പ്രീമിയം പോലെ, അഥവാ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 699 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആ ഒരു റേഞ്ചിൽ അത്യാവശ്യം പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 699 അല്ലെങ്കിൽ 679 സെയിലിന് പോകാറുണ്ട്. ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ആദ്യം നമ്മുടെ വെയ്നിങ് സ്കെയിലും പിന്നീട് 2 AAA ബാറ്ററി അഥവാ പെൻസിൽ ബാറ്ററിയും പിന്നെ വാറണ്ടി കാർഡും ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലും. ഇതിന് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ വരുന്ന ആ ഒരു നമ്പറിലോട്ട് കോൾ ചെയ്തതിനു ശേഷമാണ് ആക്ടിവേറ്റ് ചെയ്യാറുള്ളത്. പിന്നെ നല്ല രീതിക്കുള്ള സപ്പോർട്ടുള്ള അഥവാ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കസ്റ്റമർ കെയർ ആണ് ഇവർക്കുള്ളത് എന്നാണ് അധികം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സും പറയുന്നത്. ഞാനിവിടെ വാങ്ങിയിട്ടുള്ള വേരിയൻറ്റ് ബ്ലാക്ക് ആണ്. ഇതിനൊരു ആസ്തറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും ഒരു ഫ്ലവറിൻ്റെ അതുപോലെയൊക്കെയുള്ള കുറച്ച് ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല കളേഴ്സും അവൈലബിൾ ആണ്. ഇതിന് മുമ്പ് ഞാനൊരു ബ്രഷ്ഡ് ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ചെറിയ ഫ്ലാഷ് ബാക്കും വീഡിയോയുടെ കൂട്ടത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അത് ലാസ്റ്റിലോട്ട് ഞാൻ പറയാം. ഇനി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഓവറോൾ ഒപ്പീനിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മോശം തോന്നുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഈ ഗ്ലാസ് അത്യാവശ്യം തിന്നാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് 180 കിലോഗ്രാം വരെ ലോഡ് ഇതിന് താങ്ങാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റേഞ്ചിൽ വരെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഗ്ലാസ് പൊട്ടാൻ സാധ്യതയില്ല. മുകളിൽ ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് കെയർ ചെയ്യണം, നല്ലോണം ശ്രദ്ധിച്ച് കൊണ്ടു നടക്കണം. ജസ്റ്റ് എഡ്ജിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ തന്നെ പല വേരിയേഷൻസിൽ അഥവാ 6mm, 3mm, 8mm പോലെയുള്ള പല തിക്നെസ്സിൽ ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഇതിനെക്കാട്ടിലും തിക്നെസ് കൂടിയിട്ടുള്ള മറ്റുള്ള സ്കെയിൽസ് ഉണ്ടാവും, അത് പർച്ചേസ് ചെയ്യുക. ഇത് 180 കിലോഗ്രാം വരെയാണ് പീക്ക് ലോഡ് വരുന്നത്. അപ്പോൾ നിങ്ങളൊരു നോർമൽ വെയ്റ്റ് റേഞ്ചിലൊക്കെ വരുന്നതെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ കയറുന്ന സമയത്തും വളരെ ഫ്രജൈലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന സമയത്ത് ഈ ഒരു 699 പ്രൈസ് റേഞ്ചേ വരുന്നുള്ളൂ. അതും കൂടെ ഞാൻ മനസ്സ് വെച്ചിട്ടാണ് പറയുന്നത്. സോ നമുക്കറിയാം വലിയൊരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അത്ര ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ആപ്റ്റ് ആയിട്ടുള്ളൊരു ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ താഴെ ഭാഗത്ത് പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട്. പക്കാ പ്രീമിയം അല്ല, എന്നാലും മോശമല്ല. ഓവർലോഡ് ഇൻഡിക്കേറ്ററും അതുപോലെ ലോ ബാറ്ററി ഇൻഡിക്കേറ്റർ, പിന്നീട് നമുക്ക് റൂം ടെമ്പറേച്ചറും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കാണാം. ഇവിടെ ആ റൂം ടെമ്പറേച്ചർ അത്ര ആക്യുറേറ്റ് ഒന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത്ര റിലേ ചെയ്യാനൊന്നും പറ്റില്ല. എക്സ്ട്രാ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ പോലെ കൂട്ടിയാൽ മതി. വലിയൊരു ഉപകാരമൊന്നുമില്ല, എന്നാലും നമുക്കൊരു അഡീഷണൽ ഫീച്ചറായിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഒരു LCD ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം വിവിങ് ഉണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. പക്ഷേ രാത്രി ഇതിന് LED ബാക്ക് ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ LED ബാക്ക് ലൈറ്റ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നു ഇല്ലയെന്നും. എന്നാലും ഞാൻ ഇതിന് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിലും ഈ ഒരു പ്രൊഡക്റ്റിലും എനിക്ക് ആ ഒരു ലൈറ്റ് ഇതുവരെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനായിട്ടൊരു സ്പെഷ്യൽ സ്വിച്ചോ ലൈറ്റ് ഓഫാക്കി ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ച് നോക്കി, പക്ഷേ അങ്ങനെ ഒരു സംഭവം കാണുന്നേ ഇല്ല. പിന്നെ നിങ്ങളെ കാല് ഫുഡ് സൈസ് വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു സ്കെയിൽ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും. ഇത് അത്യാവശ്യം ചെറുതായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ്. ആ സമയത്ത് നിങ്ങൾക്ക് വലിയ കാലുണ്ടെങ്കിൽ കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കും. പക്ഷേ വെയിറ്റ് എടുക്കുന്നത് അത് കാരണം ആക്യുറസിയിൽ വലിയ മാറ്റം വരില്ല. നിങ്ങൾ ആ ഒരു സ്കെയിലിൻ്റെ മുകളിൽ തന്നെയാണ് നിൽക്കുക. എന്നാലും വലിയൊരു കാലാണെങ്കിൽ അടുത്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ ഡിസ്കംഫർട്ട് വരും. ഇതിൻ്റെ വർക്കിംഗ് പക്ക സിമ്പിളാണ്. ജസ്റ്റ് ഇതിൻ്റെ കൂടെ വരുന്ന 2 ബാറ്ററി പിറകിലുള്ള ആ സ്ലോട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ അഥവാ പ്ലെയിൻ ആയിട്ടുള്ള സർഫേസിൽ കൊണ്ടുപോയി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് കയറുക, അഥവാ നമ്മുടെ വെയിറ്റ് ജസ്റ്റ് ഒന്ന് കാണിക്കും, എന്നിട്ട് തിരിച്ചിറങ്ങുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് 0.00 പോകും. അതിനർത്ഥം ഇത് കാലിബ്രേറ്റ് ആയി. അതിനുശേഷം നിങ്ങൾ കയറുന്ന സമയത്താണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് കാണിക്കുക. സോ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഈ ഒരു സ്കെയിൽ മാറ്റുന്ന സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറി നിന്നതിന് ശേഷം തിരിച്ചിറങ്ങുക. പിന്നീട് 0 ആയതിനു ശേഷം നിങ്ങൾ കയറുക. അപ്പോഴാണ് കറക്റ്റായിട്ട് കാലിബ്രേറ്റ് ചെയ്യുക. അതാണ് കാലിബ്രേഷൻ മെത്തേഡ്. അത് കാരണം നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് കിട്ടും. നമ്മൾ കയറി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് സെൻസ് ചെയ്ത് ഓൺ ചെയ്യും. അതുപോലെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ഓഫ് ആവും. അതുപോലെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്. എത്ര ബാറ്ററി റിമൈനിങ് ആണെന്നുള്ള ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ബ്ലോക്കിലായിട്ട് ചെറുതായിട്ട് നമുക്ക് ആ ഒരു വാല്യൂ കാണിച്ചു തരും. പിറകിലായിട്ട് നമുക്കൊരു സ്വിച്ച് കാണാം. അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിന്നാൽ ഈ ഒരു സ്കെയിൽ കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ആവും. ഇനി അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് LBSലും അതുപോലെ കിലോഗ്രാമിലും നമ്മുടെ വെയിറ്റിൻ്റെ വാല്യൂ കാണാം. ഇനി നമുക്ക് ഏറ്റവും മേജർ ആയിട്ടുള്ള പാർട്ടിലോട്ട് കിടക്കാം. ഒരു വെയ്നിങ് സ്കെയിലിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അതിന് അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് കാണിക്കാനുള്ള പ്രോപ്പർട്ടിയാണ്.
ഇവിടെ നമുക്ക് 2 കേസിലായിട്ട് ചർച്ച ചെയ്യാം. ഒന്ന്, നിങ്ങൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ കയറുന്ന സമയത്ത് ഏകദേശം 400 മുതൽ 500 ഗ്രാം വരെ ഡിഫറൻസ് കാണിക്കും. സോ നമ്മൾ ഇത്രയും വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കയറുന്ന സമയത്ത് 400 ഗ്രാം ഒക്കെ താഴത്തോട്ടും മുകളിലോട്ടും വേരിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അഥവാ ആദ്യം നിങ്ങൾ 71 കിലോ 500 ഗ്രാം കാണിച്ച്, പിന്നെ നിങ്ങൾ 71 കിലോ 900 ഗ്രാം കാണിക്കും, 70 കിലോ 900 ഗ്രാം, അങ്ങനെ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും 400 to 500 ഗ്രാം വേരിയേഷൻ വരും. ആ സമയത്ത് നമ്മൾ വല്ലാതായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോകും. കാരണം നമ്മുടെ വെയിറ്റ് ആണല്ലോ ഈ രീതിക്ക് ചേഞ്ച് ആവുന്നത്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം. ഇനി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വെയിറ്റ് എത്രത്തോളം കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ടെന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, അഥവാ കിലോസൊക്കെ തമ്മിൽ ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രൊഡക്റ്റ് അത്ര ആക്യുറേറ്റ് അല്ല. പക്ഷേ ഒരു ഡിജിറ്റൽ സ്കെയിലാണെന്നുള്ള ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ വലിയ മോശമല്ലാത്ത വേരിയേഷൻസ് ആണ് കാണിക്കുന്നത്. ഇതിൽ പറയുന്നത് വെച്ചിട്ട് ഏകദേശം 50 ഗ്രാമോളം ഡിഫറൻസ് മാത്രമേ കാണിക്കാറുള്ളൂ, അഥവാ ഒറിജിനൽ വാല്യൂ തമ്മിൽ 50 ഗ്രാം മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിന് മുമ്പുള്ള എൻ്റെ ബ്രഷ്ഡ് വൈറ്റ് എന്നുള്ള ഇതേ സെയിം സാധനത്തിൻ്റെ ഒരു വേറെ കളർ വേരിയൻ്റാണ് ബ്രഷ്ഡ് വൈറ്റ്. അപ്പോൾ അത് ഞാൻ റിപ്ലേസ് ചെയ്തതാണ്. അത് ഈ 200 to 100 ഗ്രാം മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കാട്ടിലും ആക്യുറേറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇതൊരു ഫാൾട്ടായിപ്പോയി. ഇത് 400 to 500 ഗ്രാമോളം ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 300 to 200 ഗ്രാം ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് മാത്രം ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അത് വലിയൊരു സംഭവമാക്കി എടുത്ത് പറയാനും പറ്റില്ല. കാരണം 700 റുപ്പീസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കെയിലാണ്. എല്ലാം ഒത്തു വരുന്ന ഒരു വെയിനിങ് സ്കെയിലാണ് ഇത്. പിന്നെ ഫസ്റ്റ് നിങ്ങൾ കയറുന്ന സമയത്ത് ഇപ്പോൾ ഒരു 70 kg കാണിച്ചെങ്കിൽ പിന്നീട് നിങ്ങൾ കയറുമ്പോഴൊക്കെ 70 kg തന്നെ അടുപ്പിച്ച് കാണിക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കയറുന്ന സമയത്ത് ചിലപ്പം 70 kg 200 ഗ്രാം, അങ്ങനെ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. ഈവൻ തോ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ഒക്കെ 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ചെറിയ ഡിഫറൻസ് കാണിക്കും. എന്നാലും 1 kg to 2 kg ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സോ ഓവറോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വെയിനിങ് സ്കെയിൽ പർച്ചേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഡെസിഷൻ എടുക്കാൻ വേണ്ടി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള പ്രൊഡക്റ്റ് അൺബോക്സിങ് വീഡിയോസിനും ലൈഫ് സ്റ്റൈൽ വീഡിയോസിനും മറ്റുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തൊട്ട് നോട്ടിഫിക്കേഷൻ അവിടെ ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.